200 കോടി, 300 കോടി ഉൾപ്പെടെ മലയാളത്തിലെ വമ്പൻ വിജയങ്ങൾ ഉണ്ടായ വർഷമാണ് 2025. പല പുതിയ റെക്കോർഡുകളും ഈ വർഷം മോളിവുഡിൽ നിന്നുണ്ടായി. ഇപ്പോഴത്തെ ആദ്യ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാളം സിനിമയുടെ കണക്കുകളാണ് പുറത്തുവരുന്നത്. മോഹൻലാൽ ചിത്രം തുടരുമാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത്. ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ 1.31 മില്യൺ ടിക്കറ്റുകളാണ് സിനിമ വിറ്റഴിച്ചത്. തരുൺ മൂർത്തി ഒരുക്കിയ സിനിമ 200 കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു. സിനിമയിൽ പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജ്, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രത്തിൽ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് സാർ എന്ന വില്ലൻ കഥാപാത്രം ഏറെ കയ്യടി വാങ്ങിയിരുന്നു. മലയാളത്തിൽ ആദ്യ 300 കോടി ചിത്രമായിരുന്ന ലോക രണ്ടാം സ്ഥാനത്താണ്. 1.08 മില്യൺ ടിക്കറ്റുകളാണ് സിനിമ ബുക്ക് ഷോയിലൂടെ വിറ്റത്. സിനിമയിലെ കല്യാണികർ പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. പ്രണവ് മോഹൻലാൽ ചിത്രം ഡി0 ആണ് മൂന്നാം സ്ഥാനത്ത്. പ്രീമിയർ ഷോ ഉൾപ്പെടെ 698.10 കെ ടിക്കറ്റുകളാണ് സിനിമ വിറ്റത്. ഒരു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഹൊറർ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. OTTയിലും മികച്ച അഭിപ്രായമായ സിനിമയ്ക്ക് ലഭിക്കുന്നത്. മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന മമ്മൂട്ടിക്ക് കളങ്കാവൽ ടിക്കറ്റിന് വിൽപ്പനയിൽ തൊട്ട് പിന്നിൽ. 618 കെ ടിക്കറ്റാണ് ആദ്യത്തെ 3 ദിവസം സിനിമ വിറ്റത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോയ്ക്ക് ശേഷം തന്നെ മികച്ച പ്രതികരണമാണ് നേടിയത്. ബോക്സ് ഓഫീസിലും വമ്പൻ നേട്ടമാണ് ഈ മമ്മൂട്ടി ചിത്രം നേടുന്നത്.